സർക്കാർ ജീവനക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ 5 ദിന പ്രവൃത്തിയാഴ്ച നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഈ ഫയൽ പരിഗണിച്ചെങ്കിലും അന്തിമ തീരുമാനമെടുക്കാതെ അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഉത്തരവിറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊള്ളാനാണ് സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ മാസം 15-നു ശേഷം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കാമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മന്ത്രിസഭാ ഫയൽ വീണ്ടും മാറ്റിവെച്ചത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ ഫയൽ വീണ്ടും പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സർവീസ് സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ 5 ദിന പ്രവൃത്തി ആഴ്ചയ്ക്ക് ഏകദേശ ധാരണയായിരുന്നു. എന്നാൽ ഇതിനായി സർക്കാർ മുന്നോട്ട് വെച്ച ചില നിബന്ധനകളാണ് തീരുമാനത്തിന് തടസ്സമായിരിക്കുന്നത്. നിലവിലെ 7 മണിക്കൂർ ജോലി സമയം 8.5 മണിക്കൂറായി, അതായത് രാവിലെ 9:15 മുതൽ വൈകിട്ട് 5:45 വരെ വർദ്ധിപ്പിക്കുക. ശനിയാഴ്ച കൂടി അവധി നൽകുന്ന സാഹചര്യത്തിൽ നിലവിലെ 20 കാഷ്വൽ ലീവുകൾ 10 കുറയ്ക്കണമെന്ന സർക്കാർ നിർദ്ദേശങ്ങൾ സംഘടനകൾ ശക്തമായി എതിർക്കുകയാണ്. ആർജിത അവധി 33-ൽ നിന്ന് 30 കുറയ്ക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം ജീവനക്കാർക്ക് നൽകുന്നതിലൂടെ വോട്ടുറപ്പിക്കാനാണ് ഇടത് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ലീവുകൾ വെട്ടിക്കുറയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥരെ പിണക്കുമെന്ന ഭയവും സർക്കാരിനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപന തീയതി പുറത്തു വന്നതോടെ അടുത്ത ആഴ്ച തന്നെ ഇതിനൊരു വിട്ടുവീഴ്ച സൂത്രവാക്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്.